വളരെ ക്ലിയർ ആയിട്ടുള്ള CCTVs ആണ് നമ്മൾ കയ്യിലേക്ക് കിട്ടിയ CCTVs ദാറ്റ് ഹി റീച്ച് ദ സ്പോട്ട്. ബ്രഹ്മോസ് CCTV വരെ ഇയാൾ കിട്ടി നമുക്ക്. ഇയാൾ എത്തുന്ന സമയം 10:30 10:50 ഇടയ്ക്ക് വന്ന ബ്രഹ്മോസ് CCTV. തുടക്കം മുതൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ്, കാരണം ഇത് പല CCTVs നോക്കുമ്പോൾ പല ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഒരു ബൈക്കിന്റെ പുറകിലൂടെ ആയിരുന്നു, ഒരു ബൈക്കിൽ ഒരു പൊതി പോലെ പോകുന്ന ഒരു ബൈക്കായിരുന്നു, അതിന്റെ പുറകിലായിരുന്നു. പിന്നെ 4 വീലേഴ്സ് നോക്കിയായിരുന്നു. സോ വി വർ നോട്ട് ഷുവർ, ഇറ്റ് കുഡ് ബി എനിത്തിങ്. സോ ഇയാൾ ഏകദേശം, കാരണം ഇറ്റ് വാസ് നൈറ്റ്, ഏകദേശം നമുക്ക് മനസ്സിലായി. പക്ഷേ he doesn't remember properly. We are not sure. We have to take him there. അയാൾ അവിടെ കൊണ്ടുപോകണം. നമുക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു എന്ന് അയാൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. പരിചയം ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ നല്ല ഒരു മൂൺലൈറ്റ് സമയമായിരുന്നു. 18-19 തീയതി വാസ് ഓൾമോസ്റ്റ് ആട്ടുകാൽ പൊങ്കാലയ്ക്കുള്ള അടുപ്പം ആയിരുന്നല്ലേ. ഇറ്റ് വാസ് ഓൺലി 1 week away. So it was a very bright moon day, night. ഇന്ന് അയാളിട്ട ഷർട്ട് സെയിം ആയിരുന്നു. അയാളിട്ട ചെരുപ്പ് ഉൾപ്പെടെ നമ്മൾ ചെക്ക് ചെയ്തു. അയാളെ ഒരു CCTV അയാൾ ഒരു കയ്യിൽ ഇങ്ങനെ മൊത്തം പൊതിഞ്ഞ് നടക്കുന്ന ഒരു we will release some CCTV footages for you so that how such people can move around. Yes. ആദ്യം സംശയം കൂടി വരികയായിരുന്നു. ഒരു സ്പോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആദ്യം ബ്രഹ്മോസിൽ നോക്കുമ്പോൾ തന്നെ 10 സംശയം ഉണ്ടായിരുന്നു. 10 പേരുടെ പുറത്ത് 10 മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് പിന്നെ നാരോ ഡൗൺ ചെയ്തു. പിന്നെ വേറെ ഒരു CCTV നോക്കുമ്പോൾ അവിടെ ഇയാൾ ഇങ്ങനെ മൂടി നടക്കുന്ന ഒരു CCTV. വേറെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള മുഖമൊക്കെ മനസ്സിലാവുന്ന CCTV. പക്ഷെ അത് ഒരു ലൈനാണ്. അങ്ങനെ നമ്മൾ വേറെ ഒരു 10-20 പേര് നമ്മളെ നോക്കേണ്ടി വന്നു. പളനി പോയി മുട്ടടിച്ചു എന്നാണ് പറയുന്നത്. അയാൾ ഇല്ല ആ സംഭവ സമയത്ത് അയാൾക്ക് ഫുൾ ഹെയർ ഉണ്ട്. അതിലെ ഇപ്പോൾ എനിക്ക് ഇനി പറയാൻ ഒന്നും മെറ്റീരിയൽ ഇല്ല. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇയാൾ അവിടെ കൊണ്ടുപോയിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആയില്ല. We have decided only in the evening that yes, we have to arrest him. കാരണം he is not a person who uses, ഞാൻ പറഞ്ഞല്ലോ, he is not educated, he is not in touch with anybody, he has nobody to call and nobody to call him. He has no connection with this world. അപ്പോൾ he is a wanderer. അപ്പോൾ ഇന്നലെ തന്നെ ബീച്ചിലെ കടന്നു, കൊല്ലം ബീച്ചിലെ. ിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുക. എന്തായാലും ഹസൻ കുറ്റകൃത്യം ചെയ്തതായി സമ്മതിക്കുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ കേസ് തെളിയിക്കാൻ സഹായകരമായത്. അതേസമയം ഈ കേസ് തെളിയിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം അഭിനന്ദനം അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. സിറ്റി പോലീസ് കമ്മീഷണറാണ് മാധ്യമങ്ങളെ കണ്ടത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വാർത്താ ദിനം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ഇപ്പോൾ 100 ml അമൃത് വേണി ഹെയർ എലിക്സറിനോടൊപ്പം 295 രൂപയുടെ ഹെയർ ക്ലെൻസിംഗ് നെക്ടർ ഗിഫ്റ്റായി ലഭിക്കുന്നു. In association with